ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി. അപ്പോൾ എല്ലാം ശുഭപര്യവസായി ആയി എന്ന് പറയാൻ കഴിയുമോ? ഇനിയും ഇതിലൂടെ കോൺഗ്രസിൻ്റെ ഒരു മുഖം രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമോ? ആർക്കെല്ലാം ശുഭം എന്നതാണ് വിഷയം. കോൺഗ്രസിന് മൊത്തമായി ശുഭമാണോ എന്ന് പറയേണ്ടത് KPCC ആണ്. KPCCയുടെ നേതൃയോഗം നിയമസഭ പിരിഞ്ഞതിന് ശേഷം ഈ ദിവസം അനുശോചനങ്ങൾ മാത്രമാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ കൂടുന്ന KPCCയുടെ ഒരു യോഗം, നമ്മുടെ നിയമസഭാ സാമാജികർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിച്ചതിനെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത് എന്നതിനെ അനുസ്മരിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ഇതൊരു നേട്ടമാണോ, ശുഭമാണോ കോൺഗ്രസിന്? VD സതീശൻ എന്തായാലും ശുഭമല്ല, അതുറപ്പാണ്. കാരണം സതീശൻ കഴിഞ്ഞ 2-3 ആഴ്ചയായി കടുത്ത നിലപാടിലാണ്. ഒരു കാരണവശാലും രാഹുൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടരുത്, പ്രത്യേകിച്ച് നിയമസഭയിൽ വരാൻ പാടില്ല എന്ന അദ്ദേഹത്തിൻ്റെ കല്ലെ പിളർക്കുന്ന ശാസനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുശോചന പ്രമേയം അവതരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേളയിലാണ് രാഹുൽ നിയമസഭയിൽ പ്രവേശിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിക്കുന്ന വാച്ച് ആൻഡ് വാർഡും സ്പീക്കറും യഥാർത്ഥത്തിൽ രാഹുൽ നിയമസഭയിൽ വരേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമായി ഇപ്പോൾ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള, ഗവൺമെന്റിനെതിരെയുള്ള, പിണറായി വിജയനെതിരെയുള്ള കോൺഗ്രസിൻ്റെ അതിശക്തമായ ആക്രമണം, ആ വാർത്തകളെല്ലാം തന്നെ തമസ്കരിച്ചുകൊണ്ട് ഓൾ ക്യാമറ ഐസ്, ഓൾ ഫോക്കസ്, എൻറ്റയർ ഫോക്കസ് ഈസ് ഓൺ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇവിടെ രാഹുലാണ് താരം. ഈ ദിവസത്തെ താരം മറ്റാരുമല്ല, രാഹുലാണ്. രണ്ടാമത്തെ താരം അഭാവം കൊണ്ട് ശ്രദ്ധേയനായ ഷാഫി പറമ്പിലാണ്. KPCC യോഗത്തിൽ ഷാഫി പറമ്പിൽ സംബന്ധിച്ചില്ല. അദ്ദേഹം പാർലമെന്റ് അംഗമാണ്, നിയമസഭാ അംഗമല്ല, അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ട കാര്യമല്ല. പക്ഷേ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഇന്ദിരാഭവൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഷാഫി പറമ്പിൻ്റെ അഭാവം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം പാലക്കാട്ടാണ്. അദ്ദേഹം ഏതോ ഒരു അധ്യാപക സംഘടനയുടെ ഏതോ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ റാലി അല്ലെങ്കിൽ ഒരു പദയാത്ര അതിൽ പങ്കെടുക്കാനായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എന്ന മട്ടിൽ അവിടെ തങ്ങുകയാണ്. അതൊക്കെ എന്താ സൂചനയാണ് നൽകുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഐക്യമുണ്ട് എന്ന ഒരു സൂചന നൽകാൻ പര്യാപ്തമാണോ? അതൊക്കെ ഷാഫിയാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്നതാണ് കരക്കമ്പി. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടി മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഉണ്ടാകാം കോൺഗ്രസിൽ? എന്തിൻ്റെ പേരിലാണ് നടപടി ഉണ്ടാവുക? കോൺഗ്രസ്സുകാരനല്ലാത്ത, ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സുകാരനല്ലാത്ത സസ്പെൻഡഡായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെന്ത് നടപടിയെടുക്കാൻ സാധിക്കും? അദ്ദേഹം നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ല എന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയുടെ ചുമതലക്കാർ സ്പീക്കറെ അറിയിച്ചു. അദ്ദേഹത്തിന് വേറെ ഇരിപ്പിടം കൊടുത്തു. PV അൻവർ ഇരുന്ന ഇരിപ്പിടം അദ്ദേഹത്തിന് സ്വതന്ത്ര ബെഞ്ചിൽ ഇരിപ്പിടം കൊടുത്തു. അപ്പോൾ കോൺഗ്രസ്സുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൻ്റെ ഏത് തരം വിപ്പാണ് ബാധകമാകുക? സർവതന്ത്ര സ്വതന്ത്രനാണ് അദ്ദേഹം. ഇപ്പോൾ പറയുന്നുണ്ടാവും, വെറുമൊരു പാപം കിളിയാമെന്നെ കോഴി എന്ന് വിളിച്ചില്ലേ എന്ന് ഒരുപക്ഷെ ഭംഗ്യാന്തരയുടെ അദ്ദേഹം പറയുന്നുണ്ടാവും. വിളിക്കുന്നതൊക്കെ. പക്ഷേ നിയമത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിലവിൽ പ്രതിയല്ല. പ്രതി എന്ന വാക്ക് പോലും ഉപയോഗിക്കാനുള്ള അർഹതയില്ല നിയമപരമായി. അപ്പൊ കോൺഗ്രസ് മുഖം രക്ഷിച്ചോ? മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മുഖം കൂടുതൽ വികൃതമായി എന്ന് വേണം കരുതാൻ. മുഖം രക്ഷിക്കാനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ ചുമക്കുന്നത്. ബുദ്ധിമുട്ടാവും. ഇടതുപക്ഷത്തിനെതിരെയുള്ള സംഘടിതമായ ആക്രമണത്തിന് രാഹുൽ വിഷയം പ്രതിബന്ധമാവും എന്ന് പറയുമ്പോൾ ഇവിടെ മാർക്കറ്റ് വാല്യൂ കൂട്ടിയെടുത്ത 2 പേര് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. വിക്ടിം പരിവേഷമാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പം രാഷ്ട്രീയ കേരളം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് മാത്രമല്ല, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയൻ മാത്രമാണ്, പ്രതിയല്ല. ആരോപണ വിധേയനെ എത്ര കാലം പേപ്പട്ടിയെ പോലെ ആക്രമിക്കും? എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കോൺഗ്രസ്സുകാരോട് ഒരു പരിധിവരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ഒരു വലിയ വിപ്രതിപത്തിയുണ്ട്. അതിൻ്റെ മുഴുവൻ ഈ തിക്തഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ശ്രീ VD സതീശനാണ് എന്നത് വിരോധാഭാസമായി തോന്നാം. പക്ഷേ സാഹചര്യം അങ്ങനെയാണ്. സതീശൻ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അല്ല, സതീശൻ ഒരു കടുത്ത നിലപാടിൽ നിൽക്കുകയല്ലേ? കാരണം 2026 തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. നിലപാട് നല്ലതാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവന് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. പക്ഷേ കേരള ജനത ഇതെങ്ങനെയാണ് കാണുന്നത്? CPM ആരോപണ വിധേയരെ ചേർത്ത് പിടിക്കുന്നു, സംരക്ഷിക്കുന്നു, പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. അതുപോലെ ഒരിക്കലും കോൺഗ്രസിനാവില്ല എന്നറിയാം. പക്ഷേ തരം കിട്ടുമ്പോഴൊക്കെ വഴിയെ പോകുന്ന ഏത് കോൺഗ്രസ്സുകാരനും കൊട്ടാവുന്ന ചെണ്ടയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നുവെങ്കിൽ അവിടെ അദ്ദേഹത്തിന് സിമ്പതി ലഭിക്കുകയാണ്. എമ്പതി ലഭിക്കുന്നു, സിമ്പതി ലഭിക്കുന്നു. ഇവിടെ അദ്ദേഹം തെറ്റുകാരനാകാം, ശരിക്കാരനാകാം. ഈ വിഷയത്തിൽ അത്രയും സിമ്പതി കിട്ടുമോ? സിമ്പതി കിട്ടുന്നു എന്ന് തന്നെയാണ് ഈ പൊതുവേ ഉള്ള സംസാരവും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പ്രതികരണവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് അല്ല, മറിച്ച് പൊതുസാമാന്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണത്തിന്. പ്രത്യേകിച്ച് അദ്ദേഹം നേരിട്ട മാധ്യമ വിചാരണ, ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവാം. പക്ഷേ ആ വേട്ടയാടൽ ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കവചമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ അറിഞ്ഞില്ല എന്ന് പറയാൻ ഒക്കുമോ? സ്റ്റേറ്റ് പോലീസ് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തിന് SFIയും DYFIയും CPM അറിഞ്ഞില്ല എന്ന് വെക്കുമോ? അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത്. പച്ച വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ അദ്ദേഹം വരുന്നു. ഈ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നേമം സജ്ജീറിൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന സജ്ജീറിനെ കാണുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ, അദ്ദേഹം പറയുന്നതിനെ വിശ്വസിക്കാൻ, കേൾക്കാൻ ഒക്കെ ആളുണ്ട് എന്ന ഒരു പ്രതീതി തന്നെയല്ലേ ജനിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലൊക്കെ രാഹുലിന് അനുകൂലമായ രീതിയിലുള്ള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചില ശബ്ദങ്ങൾ ഉയർന്നു. അതുകൊണ്ട് എത്ര കാലം കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന്, പ്രത്യേകിച്ച് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും രാഹുൽ വികാരം കോൺഗ്രസിനുള്ളിൽ എത്ര കാലം അടക്കി നിർത്താനാവും? ഇതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഈ വെറുക്കപ്പെട്ടവൻ എന്ന ഒരു പ്രതിച്ഛായയിൽ നിന്നും, പ്രതിനായകനിൽ നിന്നും നായകനിലേക്കുള്ള ഒരു ചെറിയ പകർന്നാട്ടമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്? ഇത് നമ്മൾ കാത്തിരുന്ന് ഉത്തരം കാണേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ VD സതീശൻ ഇവിടെ എല്ലാം ശുഭം, ഞങ്ങളിതാ ഈ വെടക്കാക്കി അല്ലെങ്കിൽ വെടക്കായതിനെ തനിക്കാക്കി മാറ്റാതെ മാറ്റി നിർത്തി അവസാനം തനിക്കാക്കി മാറ്റാം എന്ന് പറഞ്ഞ ആ വ്യക്തി ഇന്ന് ഇറ്റ്സ് എ തോൺ ഇൻ ദ ഫ്ലഷ് ഓഫ് VD സതീശൻ എന്ന നിഗമനത്തിലാണ് പലരും എത്തിച്ചേരുന്നത്. കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രതിപക്ഷ നേതാവ് അന്തം വിട്ട് കണ്ടു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് പ്രവേശിക്കുന്നത്. സ്പീക്കർ NM ഷംസീർ എന്ന ചുമതലയാണ് നിയമസഭാ സാമാജിക അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത്. അപ്പോൾ സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിൽ പ്രവേശിക്കാൻ, അവിടെ ചർച്ചകൾ പങ്കെടുക്കാൻ ഉള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ നാളെ മുതൽ നോക്കിക്കാണേണ്ടതാണ്. നാളെ മുതൽ 12 ദിവസം സമ്മേളനമാണ്. ആ സമ്മേളന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ കൃത്യമായി ഹാജരുണ്ടാകുമോ? ഇന്നില്ലാത്ത പ്രതിഷേധം നാളെ ഉണ്ടാകുമോ? തെരുവിൽ അദ്ദേഹത്തെ ഇന്ന് തടയാത്ത ഏതെങ്കിലും പാർട്ടിക്കാർ നാളെ മുതൽ അദ്ദേഹത്തെ തടയുമോ? സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ നാളെ ഇനിയും പാലക്കാട്ടേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുക. ഇതെൻ്റെ നിയോജക മണ്ഡലമാണ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലെ ആളുകളോട് എനിക്ക് സംസാരിക്കാനുണ്ട്, അവർ പറയട്ടെ ഞാൻ രാജിവെക്കണോ വേണ്ടായോ എന്ന്. വളരെ നാടകീയമായ ഒരു കാര്യം. അരുത്, മാങ്കൂട്ടത്തിൽ താങ്കൾ രാജിവെക്കരുത് എന്ന് പറയാനും ഒരുപക്ഷെ പാലക്കാട് ഉണ്ടാകും. രാഹുൽ ഗോബാക്ക് വിളിക്കാനും ആളുണ്ടാവും. ഇതിനെ തുലനം ചെയ്ത് നോക്കേണ്ടതുണ്ട്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ നിയമസഭയിൽ വരാൻ ചങ്കൂറ്റം കാട്ടിയ ഒരാൾ പാലക്കാട്ട് പോകാൻ ചങ്കൂറ്റം കാട്ടില്ല എന്ന് എങ്ങനെ പറയാനാവും? അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കോൺഗ്രസിൽ ഇത്രയും വെറുക്കപ്പെട്ടവനായി മാറുമ്പോൾ ഒരുപക്ഷെ CPM അഭയം കൊടുക്കുമോ? കാരണം അവരുടെ പക്ഷത്തും കുറേ പേരുണ്ടല്ലോ, കൂട്ടത്തിൽ ഒരാളും കൂടി ഇരിക്കട്ടെ. ആ ബസ് കംപ്ലീറ്റ് ആയെന്നാണ്. അവിടെ വേക്കൻസി ഒന്നുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രത്യേകമായ വേക്കൻസി ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. സരിനെ എടുത്ത പുലിവാല് അവസാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ എടുക്കുമോ എന്നത് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന ഇന്നത്തെ ദിവസം അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചു. ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, ജീവിതാവസാനം വരെ കോൺഗ്രസിൽ നിലനിൽക്കും. അപ്പം കോൺഗ്രസിൽ PT ചാക്കോയ്ക്ക് സമാനമായ ഒരു വീരപരിവേഷമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കാൻ പോവുക? 1960കളുടെ മധ്യത്തിൽ കേരള കോൺഗ്രസിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത് ഒരു ചെറിയ പെണ്ണ് കേസാണ്. അതെ, ഒരു യാത്രാ മധ്യേ തൻ്റെ തൃശ്ശൂർ ഭാഗത്ത് പീച്ചി യാത്രയല്ലേ, ആ പീച്ചി യാത്രാ മധ്യേ തൻ്റെ വാഹനം, താൻ സഞ്ചരിച്ച കാറിൽ ഒരു യുവതി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു.
ആ കാർ അപകടത്തിൽപ്പെടുകയും അതൊരു വലിയ കേസ്. ആ സ്ത്രീയുടെ ഐഡന്റിറ്റി എന്താണ് എന്ന വലിയ ചോദ്യം ഉണ്ടാവുകയും അത് കൃത്യമായി വിശദീകരിക്കാൻ പി ടി ചാക്കോ കഴിയാതെ പോവുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വലിയ, അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് തന്നെ മാറുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് പെട്ടെന്ന് മരണപ്പെടുന്നു. അവിടെ നിന്നാണ് കേരള കോൺഗ്രസിന്റെ ജനനം. ആ രീതിയിലേക്കൊന്നും പോയില്ല എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല. ഇപ്പം ആലിപ്പഴം പഴുത്തപ്പോൾ, ആലിങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞ പോലെയുള്ള അവസരമായി. ഇതാ ഭരണം കൈപ്പിടിയിൽ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പോപ്പുലാരിറ്റിയെ തള്ളാൻ വയ്യ, രാഹുൽ മാങ്കൂട്ടത്തൽ എന്ന വ്യക്തിയെ, ആരോപണ വിധേയനെ കൊള്ളാനും വയ്യ. ആ അവസ്ഥയിൽ പെട്ട് നട്ടം തിരിയുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അതിലേറ്റവും കൂടുതൽ ഖിന്നനായിരിക്കുന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.